ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും സുഖല്ലേ? ഇന്നിപ്പോൾ നല്ലൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാന്ന് വെച്ചു. എല്ലാവർക്കും അച്ചാറൊക്കെ ഇഷ്ടമല്ലേ? ഞാൻ എപ്പോഴും നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കും കേട്ടോ. നാരങ്ങ അച്ചാർ, മാങ്ങ, അതൊക്കെ അച്ചാറുകളൊക്കെ എപ്പോഴും ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നാരങ്ങയൊക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വലിയ കൂടുതൽ പണിയൊന്നുമില്ല. കുറച്ചൊരു നേരം മെനക്കെട്ടാൽ മതി. ഒരു അരമണിക്കൂർ നേരത്തെ പണിയുള്ളൂ എല്ലാം കൂടി. നമ്മൾ ഈ കുക്കിംഗ് എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഇത്തരം പണിക്കൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്കത് വലിയൊരു പണിയായിട്ട് മാറുന്നത്. എല്ലാം കഴിഞ്ഞ് രാത്രി കുറച്ച് സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് സമയം കിട്ടുമ്പോഴോ ഒക്കെ നമ്മൾ സ്വസ്ഥമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പൊടിച്ചെടുക്കാനും ആ പൊടിച്ചെടുക്കുന്ന ഒരു മെനക്കെട് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇത് എല്ലാവർക്കും ഉണ്ടാക്കി പഠിക്കാനും പഠിച്ചു തുടങ്ങുന്ന കുക്കിംഗ് ഒക്കെ പഠിച്ച് തുടങ്ങുന്ന പിള്ളേർക്കും ഒക്കെ അത് എങ്ങനെ അച്ചാർ ഉണ്ടാക്കുക എന്നൊക്കെ നോക്കി പഠിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അച്ചാർ ഉണ്ടാക്കാം. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ കുറച്ച് നാരങ്ങ നല്ലെണ്ണയിൽ വാട്ടിയെടുത്തതാണ് കേട്ടോ. കുറച്ചുള്ളൂ. ഞാനിവിടെ കുറച്ചൊന്ന് യൂസ് ചെയ്യാൻ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് നാരങ്ങ നല്ലെണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇട്ടിങ്ങനെ ചൂടാക്കിയാൽ മതി. അങ്ങനെ വാട്ടിയെടുക്കുക പറയണം. വാട്ടിയ നാരങ്ങ 4 കഷ്ണം ഒരെണ്ണം 8 കഷ്ണം അങ്ങനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മുറിക്കാം. അങ്ങനെ മുറിച്ചിട്ട് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച്, എന്നാലും നാരങ്ങയല്ലേ കുറച്ച് ഉപ്പ് കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു വലിയ സ്പൂണ് ഉപ്പന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ മുളക് പൊടിയും കായവും ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി മറ്റ് സാധനങ്ങളൊക്കെ പൊടിച്ച് ഉലുവ, കടുക്, കായം അതൊക്കെ പൊടിച്ച് ചേർക്കണം അതിൽ. ഈ നാരങ്ങ നുറുക്കിയതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചൂടാക്കിയിട്ടുണ്ട്. ഒരു നുള്ള് മഞ്ഞളും കൂടിയിട്ട് ചൂടാക്കിയിട്ട് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ എരിവുള്ള മുളകും, 1 സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. 1 സ്പൂൺ എന്ന് പറയുമ്പോൾ വലിയ 1 ടേബിൾ സ്പൂൺ നല്ല നരവ് എടുത്തിട്ട് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും, 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉലുവ, പിന്നെ ചെറിയൊരു പീസ് കായം. അത് എടുത്ത് വറുത്തപ്പോൾ ഇത്രയും വലുതായി വന്നതാണ്. ചെറിയൊരു പീസ് കായം എടുത്തിട്ടുണ്ട്. അത് വറുത്തിട്ട് ഇനി ഇത് പൊടിച്ചിട്ട് ഇതും കൂടി നമ്മുടെ അച്ചാർ നാരങ്ങയിൽ ചേർക്കണം. ഇപ്പോൾ നമ്മുടെ അച്ചാറോടെ ഓക്കെ ഉണ്ട്. അതിനുള്ളിൽ കടുകും ഉലുവയും കായം കൂടി വറുത്ത് പൊടിച്ചതും കൂടി ഇതിലിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബോട്ടിലാക്കി വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി നാരങ്ങ അച്ചാർ ഇടാനായിട്ട്. ഇതിൽ വെള്ളമൊന്നും വേറെ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം വേണമെങ്കിലും കേടുവരാതിരിക്കും. നമ്മൾ കുറച്ച് എപ്പോഴും ഉപയോഗിക്കാനുള്ളത് മാത്രം ചെറിയൊരു ഡപ്പയിലാക്കി വെക്കുക. ബാക്കിയുള്ളത് എയർ ടൈറ്റായി അടച്ച് അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഒരു കേടുവില്ലാതിരിക്കും. ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. എണ്ണ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എടുത്ത് വയ്ക്കുമ്പോൾ ഒരു കേടും വരില്ല. നല്ല അച്ചാറാണ് കേട്ടോ. ഉപ്പൊക്കെ എപ്പോഴും നമ്മളുടെ പാകത്തിനനുസരിച്ച് ഇടുക എന്ന് പറഞ്ഞാലും ശരി, ഒരു പൊടി മൂന്തി നിൽക്കുന്നതാണ് അച്ചാറിനൊക്കെ നല്ലത്. കേടാവാതിരിക്കാനും ടേസ്റ്റും അങ്ങനെയാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അച്ചാറൊക്കെ ഇടാൻ താല്പര്യമുള്ളവർ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇതൊക്കെ നോക്കി ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് ഇന്നുണ്ടാക്കിയപ്പോൾ നാളെ മറ്റൊന്നും ഉപയോഗിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒന്നും അറിയില്ല. എന്തായാലും ഒരാഴ്ചയെങ്കിലും ഇതിങ്ങനെ അടച്ചു വെക്കാം. അപ്പോഴാണ് അതിൻ്റെ
പാകമായി വരിക. ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാം. അപ്പോഴേക്കും ഈ നാരങ്ങയും ഒക്കെ ഒന്ന് നല്ല പാകമായി വന്നിട്ടുണ്ടാവും, സോഫ്റ്റായി വരും. ഇപ്പം ഇത് അത്ര സോഫ്റ്റ് ഒന്നല്ല, എണ്ണയിൽ വാട്ടി എന്ന് പറഞ്ഞാലും ഉള്ളിലേക്കൊരു ചൂടൊക്കെ തട്ടിയിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഈ ഇതിൻ്റെ ഈ തൊലിയൊക്കെ നല്ല സോഫ്റ്റായി വരും. ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ ഇത് നാരങ്ങ മൊത്തത്തിൽ ഒന്ന് സോഫ്റ്റായി നമുക്ക് അച്ചാറിൻ്റെ ഒരു പാകമായി വരുള്ളൂ. അപ്പം അതിൽ മുന്നേ എടുത്ത് നോക്കിയാൽ ചെറിയൊരു കയ്പ് പോലെയും ഒക്കെ ഉണ്ടാവും നമുക്കിത്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാമായിട്ട് സെറ്റാവും, മനസ്സിലായ? അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ പണി. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട, അതിൽ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ, വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ്. ഒരാഴ്ച കഴിഞ്ഞേ എടുക്കാവുള്ളൂ കേട്ടോ, അതിന് മുന്നേ എടുക്കരുത്. ഞാനതിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒന്ന് ഒഴിച്ച് ഇളക്കിയപ്പോൾ ഉള്ളിലേക്കും ഒക്കെ ഇറങ്ങിയതാണ്. ഉണ്ടോ? ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ മേലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. ഞാനിത് ഉണ്ടാക്കുമ്പോഴേ ഇതിൽ കുറച്ച് കടുകും ഉലുവയും കായൊക്കെ പൊടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു നുള്ളി ജീരകം ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ജീരകത്തിന്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇടാം, അല്ലെങ്കിൽ ഒരു 2-3 മണി, നുള്ളൊന്നും പറയാൻ പറ്റില്ല, 2-3 മണി ജീരകം ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട, കുഴപ്പമൊന്നുമില്ല. ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റി ആവുള്ളൂ. പക്ഷെ ചിലവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല, അതാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നാരങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരാഴ്ച കഴിഞ്ഞ് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോഴാണ് ആ നാരങ്ങയൊക്കെ നല്ല പാകമായി വരുള്ളൂ. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇത് എത്ര നാൾ വരണമെങ്കിൽ ഇരിക്കും, ഒരു കേടുമില്ലാണ്ട് അങ്ങനെ ഇരിക്കും. നല്ലെണ്ണയില്ല, ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് നാളിരിക്കും. പിന്നെ ഒരു നുള്ള് ഇത് പഞ്ചസാര ഒന്ന് ചേർത്താൽ നല്ലതാട്ടോ. ഒരു നുള്ള് പഞ്ചസാര, ആ ഒരു എന്താ പറയുക, ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ ആയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും ചേർക്കുന്നത് നല്ലതാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നാരങ്ങാച്ചാർ എത്ര ഇരുന്നാലും ഇങ്ങനെ പഴകുന്തോറും നല്ല ടേസ്റ്റാണ്. അതെല്ലാ അച്ചാറുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബൈ.